എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ നെടുമങ്ങാട് സൂര്യ തിയേറ്ററിലാണ് കേട്ടോ വന്നത്. അങ്ങനെ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം വണ്ടിയുടെ ഫുള്ള് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വണ്ടിയുടെ സേഫ്റ്റിയും കൂടെ നോക്കണമല്ലോ. ടിക്കറ്റിനാണെങ്കിൽ 130 രൂപ കേട്ടോ. അങ്ങനെ ഞാൻ തിയേറ്ററിന്റെ അകത്തേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഇനി ഞാൻ കാണാൻ പോകുന്ന പടം എന്നറിയണ്ടേ, സൂക്ഷ്മദർശിനിയാണ് കേട്ടോ. അതാ എന്റെ ഈ ചേട്ടനാണെങ്കിൽ ടിക്കറ്റും മേടിച്ച് എന്റെ സീറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്റെ സീറ്റിൽ ഇരുന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണെങ്കിൽ എല്ലാവരും ഫാമിലിയും ഫ്രണ്ട്സും കപ്പിളായിട്ടൊക്കെയാണ് സിനിമ കാണാൻ വന്നിരിക്കുന്നത്. ഞാനാണെങ്കിലോ നേരെ തിരിച്ച് ഒറ്റയ്ക്കാണ്. പിന്നെ ഇന്റർവെൽ ആയപ്പോഴത്തേക്ക് ഞാൻ പോയി പോപ്കോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. പോപ്കോണിനാണെങ്കിൽ 80 രൂപ ആയിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ 80 രൂപ ഒരു ക്വാളിറ്റി ഇല്ല. ഗൈസ്, പിന്നെ പടത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ മസ്റ്റ് വാച്ച് ഫിലിമാണ് കേട്ടോ ഇത്. ഈ സിനിമയുടെ പോക്ക് കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി ഇതൊരു അടാറ സിനിമ ആയിരിക്കും. ആദ്യമേ തന്നെ ഫോണും പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സൂക്ഷ്മദർശിനി എന്ന് കുറെ കഴിഞ്ഞിട്ടാണ് എഴുതി കാണിക്കുന്നത്. ഗൈസ്, പിന്നെ ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ എല്ലാവരും ഞെട്ടിച്ച് കളയുന്ന ഒരു ക്ലൈമാക്സ് ആണ്. ഗൈസ്, പിന്നെ സിനിമ കണ്ട് കഴിഞ്ഞതിന് ശേഷം ഒരു തട്ടടയിൽ പോയി കുറച്ച് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചപ്പോൾ പോണ വഴിക്ക് വണ്ടിയിൽ എണ്ണ തീർന്നു. എന്റെ ഭാഗ്യത്തിനാണോ എന്നറിയില്ല, പെട്രോൾ പമ്പിന്റെ ഫ്രണ്ട് വെച്ചായിരുന്നു എന്റെ വണ്ടിയിൽ എണ്ണ തീർന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് 50 രൂപയ്ക്ക് ലാവിഷായിട്ട് എണ്ണ അടിച്ചതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ അവിടെ നിന്ന് ചിക്കൻ ഫ്രൈയും പൊറോട്ടയും കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഫേവറേറ്റ് ഫുഡാണ്. ഈ വീഡിയോയിൽ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി സിനിമ കാണാനും ഒറ്റയ്ക്ക് പോയി ഫുഡ് കഴിച്ചിരിക്കാൻ പഠിച്ചിരിക്കണം കേട്ടോ. കാരണം എപ്പോഴും നമ്മളെ കൂടെ എല്ലാവരും ഉണ്ടായിരിക്കണമെന്നില്ല. നമ്മുടെ ലൈഫിലെ എല്ലാ സിറ്റുവേഷനും നമ്മൾ ഫേസ് ചെയ്തിരിക്കണം. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് പോയി സിനിമ കാണണം, ഒറ്റയ്ക്ക് പോയി ഫുഡ് കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യാൻ മറക്കണ്ട.